ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫസ്റ്റ് ടൈമാണ് ചാനൽ കാണുന്നെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് ഒന്ന് പോയി നോക്കാം. അവിടുന്ന് പുറത്തു വരുന്നൊരു ന്യൂസ് ഉണ്ട്, നമുക്കൊന്ന് കണ്ടുനോക്കാം. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം മുറിവിൽ കൈയുറ വെച്ചു മറന്നുവെന്ന് പരാതി. നെടുമങ്ങാട് സ്വദേശി ഷിനുവിൻ്റെതാണ് പരാതി. എന്നാൽ പിഴവ് സംഭവിച്ചിട്ടില്ലെന്നും ചികിത്സയുടെ ഭാഗമായാണ് കൈയുറ വെച്ചതെന്നുമാണ് ആശുപത്രി അധികൃതരുടെയും ഡോക്ടർമാരുടെ സംഘടനയുടെയും വിശദീകരണം. മുതുകിലെ പഴുപ്പ് നീക്കം ചെയ്യാനായാണ് നെടുമങ്ങാട് സ്വദേശി ഷിനു തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. 3-ാം തീയതി രാവിലെ 8:30-ഓടെ ശസ്ത്രക്രിയ നടന്നു. വൈകിട്ട് വീട്ടിലേക്ക് മടങ്ങി. പിന്നീട് മുറിവ് പരിശോധിച്ചപ്പോഴാണ് തുന്നിക്കെട്ടിളകിയതും കയ്യുറ പുറത്തേക്ക് തള്ളി നിൽക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടതാണ് ഷിനു പറയുന്നത്. നെടുമങ്ങാട് ആശുപത്രിയിൽ ഉടൻ ചികിത്സ തേടി. രാത്രി കിടക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇടയ്ക്ക് ഈ ചെറിയ നനവടിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഈ നീര് ബ്ലഡും ചെറിയ അംശമായിട്ട് അങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ ഡൗട്ടൊക്കെ കൊണ്ട് ഇവള് നോക്കിയത്. അപ്പോഴും തന്നെ ഞാൻ നെടുമങ്ങാട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടേഴ്സ് പരസ്പരം മുഖം നോക്കുന്നുണ്ട്. വേറെ ഒന്നും അവർ പറയുന്നില്ല. അവർ പറഞ്ഞാൽ ഇപ്പം ഞങ്ങളിത് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ബ്ലീഡിങ് ഉണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒന്നീ നിങ്ങൾ നാളെ രാവിലെ OP വരിക, അല്ലാന്നുണ്ടെങ്കിൽ ഇത് ട്രീറ്റ്മെൻറ്റ് എവിടെയാണോ എടുത്തത് അവിടെ തന്നെ പോകുന്നതായിരിക്കും ബെറ്റർ എന്ന് അവർ പറഞ്ഞു. എന്നാൽ മുറിവിൽ നിന്ന് പഴുപ്പും രക്തവും പുറത്തേക്ക് കളയാനുള്ള ഗ്ലൗ ഡ്രെയിൻ സിസ്റ്റത്തിന്റെ ഭാഗമായാണ് കയ്യുറ എന്നാണ് ജനറൽ ആശുപത്രി അധികൃതർ വിശദീകരിക്കുന്നത്. ചികിത്സയുടെ ഭാഗമായി തന്നെയാണ് കയ്യുറ വെച്ചതെന്നാണ് വിശദീകരണം. പേഷ്യന്റിനോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അടുത്ത ദിവസം ഇത് അടുത്ത ആശുപത്രിയിലോ ഇവിടെയോ വന്ന് അതെടുത്ത് മാറ്റിയിട്ട് എന്നുള്ളേ ഉള്ളൂ. അതിനപ്പുറം ഒരു അബ്നോർമലായിട്ട് യാതൊരു കാര്യവും ഈ വിഷയത്തിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ കയ്യുറ വെച്ചിട്ടുണ്ടെന്നോ ഇളക്കിക്കളയണമെന്നോ ആശുപത്രിയിൽ നിന്ന് അറിയിച്ചിരുന്നില്ലെന്നാണ് പരാതിക്കാരൻ പറയുന്നത്. സംഭവത്തിൽ പോലീസിൽ പരാതി നൽകുമെന്നും കുടുംബം പറഞ്ഞു. കയ്യുറ വെച്ചത് സ്വാഭാവികമായ ചികിത്സാ നടപടിയാണ്. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ അല്ലേ? ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് റിപ്പോർട്ടറോടാണ്. ഈ മെഡിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളെ പറ്റി ഇതുപോലുള്ള ന്യൂസസ് ഒക്കെ വരുന്ന സമയത്ത് അതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞതിന് ശേഷം മാത്രം വീഡിയോ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം സാധാരണക്കാരായ ജനങ്ങൾക്ക് ചിലപ്പോൾ ഇതിനെപ്പറ്റി അറിയണമെന്നുണ്ടാവില്ല. പക്ഷേ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒട്ടുമിക്ക എല്ലാ സ്റ്റാഫുകൾക്കും ഈ ഒരു സംഭവം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇതെന്താണെന്ന് ഞാൻ ഫസ്റ്റ് ഒന്ന് വിശദമാക്കാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മുടെ മുറിവ് അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ജസ്റ്റ് തുന്നിക്കെട്ടുന്ന സമയത്ത് അതിൻ്റെ ആഫ്റ്ററായിട്ട് നമ്മുടെ ബ്ലഡും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പസ്, അതായത് ചലം എന്നൊക്കെ പറയും, ഒരു ടൈപ്പ് ഫ്ലൂയിഡ് ഉണ്ടല്ലോ, ഇതൊക്കെ വരുന്ന സമയത്ത് അതൊക്കെ ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു റുട്ടീനായിട്ട് യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണിത്. ഒക്കെ ഒരു ഗ്ലൗസ് ഡ്രെയിനിങ് മെത്തേഡ് എന്ന് പറയും. ഒരു മെഡിക്കൽ റിലേറ്റഡ് ടേമാണ്, അല്ലാതെ ഡോക്ടർക്ക് പിഴവ് പറ്റിയതല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനത് വ്യക്തമാക്കാം. ഡോക്ടറുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഒന്നുമില്ല. ഡോക്ടർ ചെയ്തത് ശരിയായ രീതിയിൽ തന്നെയാണ്. പിന്നെ ഡോക്ടർക്ക് ഈ ഒരു കേസിൽ നമ്മുടെ രോഗിയെ ജസ്റ്റ് ഒന്ന് കൺവിൻസ് ചെയ്യായിരുന്നു. കാരണം സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇതിനെപ്പറ്റി ചിലപ്പം അറിവുണ്ടാകണമെന്നില്ല. ഡോക്ടർക്ക് പറഞ്ഞ് മനസ്സിലാക്കാം, രോഗിയോടോ അല്ലെങ്കിൽ ബൈസ്റ്റാൻഡറോടോ പറഞ്ഞ് മനസ്സിലാക്കാം, ഇത് ഇന്ന പോലുള്ളൊരു സാധനമാണ്, ഇത് യൂഷ്വലി ചെയ്യാറുള്ളതാണ്. നമ്മുടെ ഈ ഒരു സർജറി അഥവാ തുന്നിക്കെട്ടുന്നതിന് ശേഷം അതിൽ നിന്നുണ്ടാവുന്ന ബ്ലഡും അതുപോലത്തെ പസ്സും അതുപോലെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്ലൗസ് ഡ്രെയിനിങ് ടെക്നിക്ക് യൂസ് ചെയ്യുന്നതെന്ന് അറ്റ്ലീസ്റ്റ് ആ രോഗിയോടും ബൈസ്റ്റാൻഡറോടും കൂടി പറഞ്ഞ് മനസ്സിലാക്കിയിരുന്ന് അവരെ കൺവിൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇതൊന്നും അറിയാതെയാണ് ഇതുപോലുള്ള ഈ ന്യൂസ് ചാനൽ പോലുള്ള ചാനലുകാരൊക്കെ പോയിട്ട് ഇങ്ങനെയുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സോ അറ്റ്ലീസ്റ്റ് ഇതൊക്കെ അന്വേഷിച്ചിട്ടൊന്ന് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും സംഭവം മനസ്സിലായല്ലോ. ഈ ഒരു റിപ്പോർട്ടിൻ്റെ താഴെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് നെഗറ്റീവ് കമൻറ്റ് ഇടുന്നുണ്ട്. നമ്മുടെ ആരോഗ്യമന്ത്രിക്ക് നേരെയും അതുപോലെയുള്ള ഡോക്ടേഴ്സിന് നേരെയും ആശുപത്രി അധികൃതർക്ക് നേരെയൊക്കെ ഒരുപാടായിട്ടുള്ള നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്നുണ്ട്. അപ്പോൾ ദയവേദി ഇതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. ഇത് ഡോക്ടർ ഭാഗത്ത് ഒരു രീതിയിലുള്ള പിഴവ് സംഭവിച്ചിട്ടില്ല. ഓക്കെ, അടുത്തൊരു വീഡിയോ കാണുന്നവരെ